അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ പല ആൾക്കാരും മൊബൈലിലാണ് നമ്മുടെ ഈ ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാം. പക്ഷേ അത്തരം ആൾക്കാരോട് നിങ്ങൾ ഈ മൊബൈൽ ഫോൺ നോക്കി നോക്കി അവിടെ കിടന്നുറങ്ങുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ വെറുതെ ഇരിക്കുക, എന്നിട്ട് വേണം ഉറങ്ങാൻ പോകാൻ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയാനേ നിർവാഹമുള്ളൂ. അതെ, ഈ സ്ക്രീൻ ടൈം ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്തായാലും അത് പോസിറ്റീവായിട്ട് എടുക്കുക. കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ കുറേ സമയം കണ്ട് ഉറക്കത്തിലേക്ക് പോകും പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ അത് ബാധിക്കാതിരിക്കാൻ, ഉറക്കത്തെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ വിവരിക്കാൻ ഡോക്ടർ സൗമ്യ സരിൻ എത്തുന്നു. കാണാം. ഉറങ്ങുന്ന സമയത്ത് അതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം നിർത്തണം എന്ന് പറയാറുണ്ട്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് അത് TV ആവാം, ലാപ്ടോപ്പ് ആവാം, ഐപാഡ് ആവാം, മൊബൈൽ ആവാം, എന്തോ ആവട്ടെ, അതെല്ലാം 1 മണിക്കൂർ മുമ്പെങ്കിലും നിർത്തണം എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കണ്ണിന് ചുറ്റുമുള്ള മസിൽസും വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണിൽ 2 തരം കോശങ്ങളുണ്ട്, റോഡ്സ് കോശങ്ങളും കോൺസ് കോശങ്ങളും. ഈ റോഡ് കോശങ്ങളാണ് നമുക്ക് ഡിം ലൈറ്റിൽ കാണാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. കോൺ കോശങ്ങളാണ് ഭയങ്കര ബ്രൈറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ സഹായിക്കുന്നത്. പക്ഷേ അപ്പോൾ കണ്ണ് കുറച്ച് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മോഡിലാവില്ല. നമ്മളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കോൺ കോശങ്ങളാണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒരു സ്ട്രെയിൻ കിട്ടും. എന്നാൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു ഡിം ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോഡ് കോശങ്ങൾ കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയും നമ്മുടെ കണ്ണിന് നല്ല റിലാക്സേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. സോ എങ്കിൽ മാത്രമേ നമുക്ക് സുഖകരമായ ഒരു ഉറക്കം രാത്രി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ വക എല്ലാ സംഭവങ്ങളും, പ്രത്യേകമായിട്ട് പറയുന്നത് മൊബൈലാണ്, മാറ്റിവെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷെ നമ്മുടെ ഷോ മുടങ്ങാൻ നിങ്ങൾ കാണണം.